നമസ്കാരം. ഭൗമരാഷ്ട്രീയത്തിലെ യുദ്ധമുഖങ്ങൾ ഇപ്പോൾ പുകയുന്ന മിസൈലുകളിൽ മാത്രമല്ല, നിശബ്ദമായി ഒഴുകുന്ന കടൽപാതകളിലുമാണ്. പതിറ്റാണ്ടുകളായി ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലി ലോകം ആശങ്കപ്പെടുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആണവായുധം. വിനാശകരമായ ഭൗതിക നാശനഷ്ടങ്ങളോ റേഡിയേഷൻ ഭീഷണിയോ ഇല്ലാതെ തന്നെ ലോകക്രമത്തെ മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ള ഒരു അദൃശ്യ ബോംബായി ഹോർമൂസ് മാറിക്കഴിഞ്ഞു. ഇതോടെ ഇറാന്റെ യുറേനിയം ശേഖരത്തെക്കാൾ അമേരിക്ക ഭയപ്പെടുന്നത് ഈ കടലിടുക്കിന്മേലുള്ള ഇറാന്റെ സ്വാഭാവിക ആധിപത്യത്തെയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം കേവലം ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെ മാത്രമല്ല തകർക്കുന്നത്, മറിച്ച് ലോകത്തിന്റെ ഊർജ വിതരണ ശൃംഖലയാകെ ഒരു അനിശ്ചിതത്വത്തിന്റെ മുൻമുരയിൽ നിർത്തുകയാണ്. ലിക്വിഡ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ക്രൂഡ് ഓയിൽ വഹിച്ചു കൊണ്ടുപോകുന്ന കൂറ്റൻ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഓരോ പ്രകോപനവും ആഗോള വിപണിയിൽ ചങ്ങല പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയാണ്. ടാങ്കറുകൾ തടയുന്നതിലൂടെ വിതരണത്തിലുണ്ടാകുന്ന നേരിയ ഇടിവ് പോലും രാജ്യങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റുകളെ തകർക്കുവാനും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുകയറാനും കാരണമാകുന്നു. ഇത് തിരിച്ചറിഞ്ഞാണ് വ്യോമാക്രമണങ്ങളിലൂടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതിനേക്കാൾ മുൻഗണന കടലിടുക്കിന്റെ സംരക്ഷണത്തിന് ട്രംപ് ഭരണകൂടം നൽകുന്നത്.